ഹായ് ഫ്രണ്ട്സ്, ജോബ് സെക്യൂർ അലോയ്മെന്റ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും ഫൈനൽ റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ടോ? പ്രിപ്പറേഷൻ ഒരുവിധമൊക്കെ ആയിട്ട് ഇനി എങ്ങനെ എക്സാം എഴുതണം എന്നുള്ളതായിരിക്കും എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരുപാട് മെസ്സേജസും ഒരുപാട് കോളുകളും ഞങ്ങൾക്ക് വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നോ, എന്നാണ് ഡേറ്റ്, അപേക്ഷിക്കാൻ ഇനിയും സമയമുണ്ടോ, ചില സൈറ്റുകളിൽ അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു എന്നാണല്ലോ കാണുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ച് മെസ്സേജസ് വരുന്നുണ്ട്. പക്ഷേ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ വന്നാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവര്, ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങള് ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ്, അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഈ എലിജിബിലിറ്റിയിൽ 3 കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് നേറ്റിവിറ്റി, രണ്ടാമത്തത് അക്കാഡമിക് സൈഡ് എലിജിബിൾ ആണോ, മൂന്നാമത്തത് ഏജ്. ഈ 3ഉം നമ്മൾ നോക്കണം. ഇനി നേറ്റിവിറ്റിയിലേക്ക് കടന്നാൽ, നേറ്റിവിറ്റിയിൽ നമ്മൾ നോക്കേണ്ടത് ഒന്ന് ഇന്ത്യൻ സിറ്റിസൺ ആണോ. അപ്പൊ ഇന്ത്യൻ സിറ്റിസൺ ആണോ എന്ന് തെളിയിക്കാൻ ചില ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ടോ. രണ്ടാമത്തത് കേരള ഒറിജിൻ ആണോ, അതിനും ചില ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ടോ. അപ്പൊ ഇന്ത്യൻ സിറ്റിസൺ ആണോ എന്ന് തെളിയിക്കാൻ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ആലോചിച്ചു നോക്കിയാൽ തന്നെ അറിയാം, ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് എന്തായിരിക്കും? ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് കുറെ പ്രായമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അപ്പൊ എന്ത് മതി നമുക്ക്? സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് SSLCയുടെ ഫസ്റ്റ് പേജ്. അല്ലെങ്കിൽ എന്ത് മതി? പാസ്പോർട്ട്. ഇതുമല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയാലും മതി. ഇത് ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്ന് തെളിയിക്കുന്നത്. രണ്ടാമത്തത് എന്താ വേണ്ടത്? കേരള ഒറിജിൻ. ഈ കേരള ഒറിജിൻ എല്ലാവർക്കും വേണ്ടത് നിർബന്ധമാണോ? അല്ല. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരു കുട്ടിക്കും കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാം. പക്ഷേ മറ്റൊരു സ്റ്റേറ്റിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പൊ നിങ്ങൾ OBC കാറ്റഗറിയിലുള്ളവരുണ്ടാവും, SC/ST കാറ്റഗറിയിലുള്ളവരുണ്ടാവും, അങ്ങനെ പല കാറ്റഗറിയിലും റിസർവേഷൻ കിട്ടേണ്ടവരായിരിക്കും. ആ റിസർവേഷൻ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കേരള ഒറിജിൻ ആയിരിക്കണം. അപ്പൊ കേരള ഒറിജിൻ ആണ് എന്നുള്ളത് തെളിയിക്കാൻ എങ്ങനെ പറ്റും? ആ സർട്ടിഫിക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇനി ഞാൻ കടക്കുന്നത്. അപ്പൊ പ്ലേസ് ഓഫ് ബർത്ത് ഇൻ കേരള ആണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ അതിന് പറ്റിയ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് വരുന്നത് നിങ്ങളുടെ SSLC ബുക്ക്, പിന്നൊന്ന് വരുന്നത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പാസ്പോർട്ട്, പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് തരുന്ന സർട്ടിഫിക്കറ്റ്സ്. ഈ 4ലും നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് കേരള ആണ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് മതി. ഇനി ഇൻ കേസ് ഇതിൽ കാണുന്നില്ല എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ്സ് വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങളുടെ പാരന്റിന്റെ പ്ലേസ് ഓഫ് ബർത്ത് കേരളമാണ് എന്ന് തെളിയിക്കുന്ന SSLC സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റിന്റെ പ്ലേസ് ഓഫ് ബർത്ത് കേരളമാണ് എന്ന് തെളിയിക്കുന്ന പാസ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിൽ ആരെങ്കിലും ഒരാൾ മതി. ഇപ്പൊ പാരന്റ്സിൽ ആരെങ്കിലും ഒരാളുടെ പ്ലേസ് ഓഫ് ബർത്ത് കേരള ആണ് എന്ന് തെളിയിക്കുന്ന പാസ്പോർട്ട്, അല്ലെങ്കിൽ SSLC ബുക്ക്, അല്ലെങ്കിൽ പാരന്റ്സിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിലാണ് എന്ന് ജനിച്ചത് എന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിലും ഒപ്പം നിങ്ങളും പാരന്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ടാവുമല്ലോ. ഇപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിലൊരു കണക്ഷൻ കാണും, പാരന്റിന്റെ നെയിം കാണും. അല്ലെങ്കിൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പാരന്റിന്റെ നെയിം ഉണ്ടാവും. അങ്ങനെ ഒരു കണക്റ്റിംഗ് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഏരിയ തെളിയിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ 2 ഏരിയ കണ്ടുപോയി അല്ലെ? നേറ്റിവിറ്റി എങ്ങനെ തെളിയിക്കാം, നാഷണാലിറ്റി എങ്ങനെ തെളിയിക്കാം. ഇനി നമ്മൾ അക്കാഡമിക് സൈഡിലേക്കാണ് കിടക്കുന്നത്. അപ്പം ഇതിനകത്ത് 5 ഇയർ LLB സ്റ്റുഡൻസിന്റെ അക്കാഡമിക് സൈഡ് വേറെ ഒന്നായിരിക്കും, 3 ഇയറിൻ്റെത് വേറെ ഒന്നായിരിക്കും. ഇനി 5 ഇയറിൻ്റെത് എന്താ? സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം, 5 ഇയർ എഴുതുന്ന ഒരു കുട്ടി +2 പാസ്സാവണം.
ഈ പ്ലസ് 2 വെറുതെ പാസ്സായാൽ മതിയോ? പോരാ. സാധാരണ ജനറൽ കാറ്റഗറിയിൽ പെട്ട ഒരു കുട്ടിയാണെങ്കിൽ 45% കൂടി +2 പാസ്സായ കുട്ടിയായിരിക്കണം. ഇതിൽ തന്നെ SC/BC കാറ്റഗറിയിൽ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതായത് OBC ഒക്കെ അതിനകത്താണ് വരിക. അതിനകത്ത് പെട്ട ഒരു കുട്ടിയാണെങ്കിൽ 42%, SC/ST കാറ്റഗറിയിൽപ്പെട്ട കുട്ടിയാണെങ്കിൽ 40% മാർക്ക് കിട്ടിയാൽ മതി. അഗ്രിഗേറ്റ് മാർക്കാണ് പറയുന്നത്. ടോട്ടൽ +2 കിട്ടിയ മാർക്കിന്റെ 40%, 42% or 45% കിട്ടിയിരിക്കണം. അപ്പോഴും ഒരു സംശയം ഉണ്ടാവും, ഈ +2 അല്ലെങ്കിൽ +2 തുല്യമായത്, ഈ +2 തുല്യമായതിൽ എന്തൊക്കെ വരും? ഇപ്പൊ VHSC കഴിഞ്ഞ ഒരു കുട്ടിയാണെന്ന് വെച്ചാൽ +2 തുല്യമാണത്, +2 തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ നിങ്ങൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് +2 കഴിയുകയും എന്നാൽ ബേസിക് ക്വാളിഫിക്കേഷൻ ഇല്ലാതെയാണ് +2 ചെയ്യുന്നതെങ്കിൽ, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിത്തൗട്ട് എനി ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങളുടെ +2 എന്നുണ്ടെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പറ്റില്ല. പക്ഷെ ബേസിക് ക്വാളിഫിക്കേഷനോട് കൂടിയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിൻ്റെതായാലും ബേസിക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പറ്റുകയും ചെയ്യും. അതാണ് എലിജിബിലിറ്റിയുടെ കാര്യത്തിൽ 5 years നോക്കേണ്ടത്. ഇനി 3 yearsന്റെ ഇതിലേക്ക് കടന്നാലോ, 3 yearലും ഡിഗ്രിയുടെ അഗ്രിഗേറ്റ് മാർക്കാണ് നോക്കുക. മൊത്തം സെമസ്റ്റർ, നിങ്ങളിപ്പം 6 സെമസ്റ്റർ കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അതിന്റെ അഗ്രിഗേറ്റ് മാർക്ക് നോക്കും. പണ്ടത്തെ ഇത് കഴിഞ്ഞവരാണെങ്കിൽ സബ്ജക്റ്റും ലാംഗ്വേജും ആഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ടോട്ടൽ മാർക്സ് നോക്കും. ആ ടോട്ടൽ മാർക്സിൽ 45% ഒരു ഡിഗ്രി സ്റ്റുഡന്റ് നേടിയിരിക്കണം. അതിൽ 44.9 ആയാലും നിങ്ങൾ എലിജിബിൾ ആവില്ല, റൗണ്ട് ചെയ്യില്ല. കൃത്യമായിട്ട് 45% ഉണ്ടായിരിക്കണം. SC/BC കാറ്റഗറിയിലുള്ളവർക്ക് 42%, SC/ST കാറ്റഗറിയിലുള്ളവർക്ക് 40% ഉണ്ടായാൽ മതി. അപ്പൊ നമ്മള് നേറ്റിവിറ്റി, നാഷണാലിറ്റി, അതേപോലെ തന്നെ അക്കാഡമിക് സൈഡിലേക്കും കടന്നു. ഇനി അടുത്തത് എന്താണ്? ഏജാണ്. ഏജില് സാധാരണഗതിയിൽ ഒരു +2 കഴിയുന്ന കുട്ടി 17 years കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. 17 years കംപ്ലീറ്റ് ആവണമെന്ന് തന്നെ അവർ പറയുന്നു. അതായത് 31st December 2024 17 years കംപ്ലീറ്റ് ചെയ്യണമെന്നായിരിക്കും ഒരു 5 year സ്റ്റുഡന്റിനോട് അപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിയോട് പറയുന്നുണ്ടാവുക. സാധാരണഗതിയിൽ ഒരു കുട്ടിയും ആ ഏജ് ആവാതെ +2 കഴിയില്ല. അപ്പം ലോവർ ഏജിന്റെ കാര്യത്തിൽ ആർക്കും ഒരു പ്രശ്നവും വരില്ല. കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ടാവോ എന്നായിരിക്കും. ഇപ്പൊ റിട്ടയർ ചെയ്തിട്ടുള്ളവര് അല്ലെങ്കിൽ എന്തെങ്കിലും VRS എടുത്തിട്ടുള്ളവരും ഒക്കെ ആലോചിക്കുന്നുണ്ടാവും, ലോ ചെയ്യണമെന്ന് ആലോചിക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് ഒരു അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. മുൻപ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപ്പർ ഏജ് ലിമിറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന്. പക്ഷെ അത് ഇപ്പോഴും സ്റ്റേ ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ വിധിക്കനുസരിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ വന്നേക്കാം, അല്ലെങ്കിൽ നോ അപ്പർ ഏജ് ലിമിറ്റ് എന്നാണ് വരാൻ സാധ്യത. അങ്ങനെ തന്നെ വരുന്നുണ്ടാവും. അപ്പൊ ഇപ്പൊ നിലവില് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് എലിജിബിലിറ്റി ഏരിയയിൽ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ലോ എൻട്രൻസിന്റെ എലിജിബിലിറ്റി ഏരിയ മാത്രമാണ് ഞങ്ങൾ ഇവിടെ കവർ ചെയ്യുന്നത്. ഇനിയും ഇത്രയും വീഡിയോസുമായി ജോബ് സെക്യൂർ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പൊ ഇനിയും പ്രിപ്പറേഷൻ എവിടെയും എത്താത്തവർക്ക് ജോബ് സെക്യൂറിയുടെ ഒപ്പം പ്രിപ്പയർ ചെയ്യാനുള്ള അവസരം ഇനിയുണ്ട്. ഞങ്ങളുടെ ഫൈനൽ ലാബ് ക്രാഷ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ലൈവ് ഇന്ററാക്റ്റീവ് ഓൺലൈൻ സെഷൻസ് ആണ് കൊടുക്കുന്നത്. അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളവരെ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. ഇപ്പോഴും പ്രത്യേകിച്ച് ഒരു ബുക്കും ഒന്നും വാങ്ങാതെ പ്രിപ്പറേഷൻ എവിടെയും എത്താത്തവർക്ക് വേണ്ടിയിട്ട് ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡ് ഉണ്ട്. പുതിയ നിയമങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഗൈഡാണ് ഇത്. ആമസോണിൽ അവൈലബിൾ ആണ്, പ്രധാനപ്പെട്ട ബുക്ക് സ്റ്റോളുകളിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ജോബ് സെക്യൂരിറ്റിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പം ഈ ഗൈഡ് വാങ്ങുക, പ്രിപ്പറേഷൻ നന്നായിട്ട് കൊണ്ടുപോവുക. ഇനിയും ഇത്തരം നിങ്ങൾക്ക് വിലപ്പെട്ട ക്ലാസ്സസുമായിട്ട്
ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ.